ചിരവ വിഷ്ണുവിന്റെ കഴുത്തിന് നേരെ നീട്ടിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, പറയടാ, നീയാണോ ഇവരുടെയൊക്കെ നേതാവ്? പക്ഷെ അന്നേരവും ഒരു സ്വപ്ന ലോകത്തിൽ എന്ന പോലെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് ദാസൻ ഓടിവന്ന് പറയുകയാണ്, അല്ല, ഞാനാണ് ഇവരുടെ നേതാവ്. നേരം ചിരവ വിഷ്ണുവിന്റെ കഴുത്തിൽ നിന്നും മാറ്റി ദാസന് നേരെ നീട്ടുകയാണ് ശാലിനി. അപ്പൊ നീയാണല്ലേ നേതാവ്? അതെ അതെ ചേച്ചി. നേരെ വിഷ്ണുവിന്റെ ബാക്കി കൂട്ടുകാരൊക്കെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനും അവരുടെയൊക്കെ നേതാവാണ്. നേരം ചിരവ ചൂണ്ടി ശാലിനി പറയുകയാണ്, എന്നാൽ പുറത്തിട്ട പാത്രങ്ങളൊക്കെ അകത്തെടുത്ത് വെക്കാൻ പറയടോ. വല്ലതും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാശും. നേരം വിഷ്ണു അവരോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. നേരം അവരെല്ലാം ചേർന്ന് സാധനങ്ങളൊക്കെ പറക്കി അകത്തേക്ക് വയ്ക്കുകയാണ്. പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, എന്തിനാ മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത്? ശാരദാമ്മ തന്നെ എടുത്തു വെച്ചോളാം, നിങ്ങൾ പൊയ്ക്കോ. അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് വലിച്ചെറിഞ്ഞ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കുകയാണ്. അതിനുശേഷം ദാസൻ ശാലിനിയോട് പറയാണ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ചേച്ചി. രാവിലെ വന്നിട്ട് പുട്ടും കടലയും കഴിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. കേട്ടപ്പോൾ ശാലിനി വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് സോറി എന്ന് പറയുകയാണ്. വിഷ്ണു സന്തോഷത്തോടെ ഓ എന്ന് പറയുകയാണ്. ഭക്ഷണം കഴിക്കാൻ വന്നതാണെങ്കിൽ വാ, അവിടെ ചൂട് പുട്ടും കടലയും ഉണ്ട്, കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ വീണ്ടും വിഷ്ണു പറയണം, അതേ, സന്തോഷത്തോടു കൂടി പറയുന്നു ഓ. പിന്നീട് സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്ന ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ്. അവിടെ സത്യഭാമ വിഷ്ണുവിന്റെ അച്ഛന് ആഹാരമൊക്കെ കൊടുക്കുകയാണ്. അന്നേരം സത്യഭാമയുടെ ഫോൺ അടിക്കുകയാണ്. രാഘവൻ പറയുകയാണ്, ദേ ഫോൺ. വേണ്ട രാഘവേട്ട, രാഘവേട്ടന് ഫോൺ ഭക്ഷണം തരുമ്പോൾ ഒരു ഫോണും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. വീണ്ടും ഫോൺ ബെല്ലടിക്കുമ്പോൾ രമണൻ പിള്ളയോട് ഫോൺ എടുക്കാൻ പറയുകയാണ് സത്യഭാമ. രമണൻ പിള്ള പറയാണ്, സത്യഭാമ അമ്മേ, ഇതേതോ സരള മേഡം ആണ്. സത്യഭാമ പറയാണ്, എന്റെ ദൈവമേ, എത്ര വർഷങ്ങളായി കണ്ടിട്ട്. ഏതോ സരള മേഡം അല്ല പിള്ളച്ചേട്ട, എന്റെ ചങ്ക് കൂട്ടുകാരിയാണ്. അതിനുശേഷം ഫോൺ വാങ്ങി സത്യഭാമ പറയുകയാണ്, ഹലോ സരളെ, പിന്നെന്താ, കാണാമല്ലോ. അമ്പലത്തിലാന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലമാണ്. ഇവിടെ സരളയും സത്യഭാമയും കണ്ടുമുട്ടുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, അല്ല, നീ എന്തിനാണ് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞത്? വീട്ടിലേക്ക് വന്നാൽ പോരായിരുന്നോ നമുക്ക് കാണാൻ? സരള പറയുകയാണ്, അതിനൊരു കാരണമുണ്ട്. അത് ദേവിയുടെ മുൻപിൽ വെച്ച് പറഞ്ഞുറപ്പിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് വീട്ടിൽ വെച്ചല്ല ഇവിടെ വെച്ച് തന്നെ കാണാമെന്ന് പറഞ്ഞത്. നമുക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ സരളെ? ഞാനും നീയും ഒന്ന് തന്നെയല്ലേ? കൂടെ പഠിച്ച കാലമൊക്കെ നീ മറന്നോ? എല്ലാവരും നമ്മളെ സിസ്റ്റേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അതെ അതെ, ആരും ഒന്നും മറന്നിട്ടില്ല എന്നാണ് എന്റെയും വിചാരം. അന്നേ നമ്മൾ തമ്മിൽ ഒരു വാക്കുണ്ടായിരുന്നു. സരള പറയുകയാണ്, എനിക്കൊരു മകളുണ്ടെങ്കിൽ അത് നിന്റെ മകനുള്ളതാണെന്ന്. അതിന് മാറ്റമൊന്നുമില്ല സരളെ. സത്യഭാമയ്ക്ക് വാക്കൊന്നേയുള്ളൂ. അറിയാം, അത് ദേവിയുടെ സന്നിധിയിൽ വെച്ച് പറഞ്ഞുറപ്പിക്കാനാണ് നിന്നെ ഞാൻ അമ്പലത്തിലേക്ക് ക്ഷണിച്ചത്. നന്നായി. എന്നിട്ട് എവിടെ നിന്റെ മകൾ സുസ്മിത? ഞാൻ വരുന്നുണ്ട്, അതാണ് സുസ്മിത. അതിനുശേഷം സുസ്മിതയെ കാണിക്കുകയാണ്. സുസ്മിതയെ വരുന്നത് ഹരിത നായർ, നമ്മുടെ ചെമ്പരത്തിയിലെ ഗംഗ. നമസ്കാരം അമ്മയെന്നും പറഞ്ഞ് സത്യഭാമയുടെ കാൽ തൊട്ട് വന്നിക്കുകയാണ് സുസ്മിത. നന്നായി വരട്ടെ മോളെ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് സുസ്മിതയെ എഴുന്നേൽപ്പിക്കുകയാണ് സത്യഭാമ. സുസ്മിത ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ എവിടെ അമ്മേ? അവൻ വന്നിട്ടില്ല മോളെ, വിളിച്ചാൽ അപ്പോഴിങ്ങെത്തും. ഇവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലല്ലോ, എങ്കിൽ പിന്നെ എപ്പോഴേ അവൻ ഇങ്ങെത്തിയേനെ. സരള പറയുകയാണ്, എങ്കിൽ പിന്നെ അവനെ കൂടി വിളിക്കുന്നേ, വർഷം കുറെ കടന്നുപോയതല്ലേ. അവൻ ഈ ബന്ധത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്ന് ഞങ്ങൾക്കറിയണ്ടേ. എന്തഭിപ്രായ വ്യത്യാസം? വിഷ്ണുവിന് സത്യഭാമയുടെ അതേ അഭിപ്രായമാണ്. ഈ ഭാമ പറയുന്നതാണ് വിഷ്ണുവിന്റെ വാക്ക്. ഇത് നിനക്ക് ഉറപ്പിക്കാം. വാന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി നടക്കുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് ജീപ്പിൽ പോകുന്ന വിഷ്ണുവിനെയും കൂട്ടുകാരെയുമാണ്. ജീപ്പ് നിർത്തുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഹെൽമെറ്റുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. കടന്നു പോകുന്നതിനിടയിൽ വിഷ്ണു മാർക്കറ്റിലുണ്ടായ കാര്യങ്ങളും ഇന്ന് ഹോട്ടലിലുണ്ടായ കാര്യങ്ങളും ഒക്കെ ആലോചിക്കുകയാണ്. വിഷ്ണു പറയുകയാണ്, അവള് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, നമ്മൾ പോയില്ല. ഇട്ടിട്ട് പോരായിരുന്നു അല്ലേ? ദാസൻ പറയുകയാണ്, എങ്കിൽ വയറു നിറച്ച് കിട്ടിയേനെ. പറയണം, ആ സോറി, അത് നിങ്ങൾ കേട്ടില്ലേ? അതിനു പോലും എന്തായിരുന്നു ഒരു ഭംഗി? എല്ലാം ചോദിക്കുകയാണ്, സോറിക്ക് ഭംഗിയോ? ദാസൻ പറയുകയാണ്, പ്രേമമുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഓടാ പട്ടി എന്ന് വിളിച്ചാൽ പോലും പ്രേമം സംഗീതമായിട്ടേ തോന്നൂ. പോയിന്റ് കൊടുകൈ എന്ന് പറയുകയാണ് അവർ. വീണ്ടും കാണിക്കുന്നത് സത്യഭാമയെയും സുസ്മിതയെയും സരളയുമാണ്. സരള പറയുകയാണ്, ഭാമ എനിക്ക് വിശ്വാസക്കുറവൊന്നും ഇല്ല, എന്നാലും വിഷ്ണുവിനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് അപ്പോഴൊരു മനസ്സമാധാനം ആകുമായിരുന്നു. സത്യഭാമ പറയുകയാണ്, എന്താടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ. ഞാൻ പറയുന്നതിനപ്പുറം പോകില്ല വിഷ്ണു. ഞാനൊരു വര വരച്ചാൽ അവിടെ നിൽക്കും അവൻ. അമ്മയുടെ മോനാണ് അവൻ. ഈ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് ദൈവം പോലും. വീണ്ടും കാണിക്കുന്നത് വിഷ്ണുവിനെയും കൂട്ടുകാരെയുമാണ്. വിഷ്ണു ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ്. വിഷ്ണു പറയുകയാണ്, അവളുടെ ഒരു നിൽപ്പ് നിങ്ങൾ കണ്ടായിരുന്നോ? ചിരവ പിടിക്കുന്ന സ്റ്റൈല് പോലും എന്താ ഒരു ഭംഗി. ദാസൻ പറയുകയാണ്, സ്റ്റൈൽ ഇത്തിരി മാറിയിരുന്നെങ്കിലേ ഈ പാവപ്പെട്ടവന്റെ കഴുത്തറ്റ് നിലത്ത് വീണേനെ. ചോദിക്കുകയാണ്, എന്താടാ എനിക്ക് സംഭവിക്കുന്നത്? ഓർക്കും തോറും അവളെ എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. അമലൻ ചോദിക്കുകയാണ്, ഓർക്കും തോറും മറക്കാനോ? ആശാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
പറഞ്ഞില്ലേടാ, ഇതാണ് പ്രേമം. ഓഹോ എന്ന് പറയുകയാണ് കമലൻ. ദാസൻ പറയുകയാണ്, അതെ, പ്രേമപ്രാന്ത്. നമ്മൾ ഈ മരുഭൂമിയിൽ ഇരിക്കുമ്പോഴും കുളിർമഴ പെയ്യുന്നതായിട്ട് തോന്നും. വിശന്നുറങ്ങുമ്പോഴും നിറച്ചുണ്ടതായിട്ട് തോന്നും. തുള്ളി വെള്ളം കിട്ടാതിരിക്കുമ്പോഴും പെരുമഴ പെയ്തിറങ്ങിയതായിട്ട് തോന്നും. ഇതൊക്കെ പറയുന്ന ദാസനോട് വിഷ്ണു ചോദിക്കുകയാണ്, ഇതൊക്കെ നീ എവിടെന്ന് പഠിച്ചടാ? ഇല്ല, ഇങ്ങനെയൊക്കെയാണ് ആശാനെ ഈ പ്രേമിക്കുന്നവരൊക്കെ സംസാരിക്കുന്നത്. വിഷ്ണു ചോദിക്കുകയാണ്, അതിന് നീ പ്രേമിക്കുന്നുണ്ടോ? കാണിച്ച് ദാസൻ പറയാണ്, ഞാൻ പ്രേമിക്കുന്നില്ല, ആശാന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയതാണ്. വിഷ്ണു പറയാണ്, അപ്പോ ഇത് ശരിക്കും പ്രേമം അല്ലേടാന്ന് ചോദിക്കുമ്പോൾ അവർ മൂന്നുപേരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, അതെ, ഇതാണ് പ്രേമം. അതിനുശേഷം അവർ മൂന്നുപേരും വിഷ്ണുവിന്റെ കയ്യിലിരുന്ന ഹെൽമറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണ്. അവരുടെ പിറകെ വിഷ്ണു പേര് വിളിച്ചുകൊണ്ട് ഓടുകയാണ്, ഹെൽമറ്റ് താ എന്നും പറഞ്ഞു. ഹെൽമറ്റ് കയ്യിൽ പിടിച്ചു വാങ്ങിയ ശേഷം വിഷ്ണു പറയുകയാണ്, അതെ, ഇത് തന്നെയാണ് പ്രേമം. ശാലിനിയെ ആലോചിച്ച് വിഷ്ണു പറയണം, അതെ, നീ തന്നെയാടി എനിക്ക് വേണ്ടി പിറന്ന പെണ്ണ്. വീണ്ടും സരള സത്യഭാമയോട് പറയണം, ദേ, നീ ഒന്നും വിചാരിക്കരുത്. എന്റെ ഒരു ആവശ്യമില്ലാത്ത ഉത്കണ്ഠ കൊണ്ടാണ്. വിഷ്ണുവിന്റെ നാവിൽ നിന്നും സുസ്മിത ഇഷ്ടമാണ് എന്ന ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ അത്രയ്ക്ക് നിർബന്ധമാണോ സരളയ്ക്ക്? ഇന്നത്തെ കാലമല്ലേ ഭാമേ, നമുക്കിടയിൽ കുറെ നാളത്തെ ഗ്യാപ്പും ഉണ്ട്. കുട്ടികൾക്ക് വേറെന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതും നമ്മൾ കണക്കിലെടുക്കണ്ടേ? സത്യഭാമ പറയുകയാണ്, വേറൊരു ഇഷ്ടം, അതും എന്റെ മോന്. ശരി, ഞാൻ തെളിയിച്ചു തരാം. അതിനുശേഷം വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ. ആ അമ്മ പറയ്, ജോലിയൊക്കെ തീർന്നോ? ഇപ്പോൾ എവിടെയാണ്? വിഷ്ണു പറയുകയാണ്, ജോലി തീർത്തമ്മേ. എന്നാൽ പിന്നെ നീ അമ്പലത്തിലേക്ക് വാ, ഒരാവശ്യമുണ്ട്. അമ്പലത്തിലേക്കോ? അതെ, അമ്പലം. നീ എന്താ അങ്ങനെ ഒരു വാക്ക് കേൾക്കാത്തത് പോലെ? അതല്ലമ്മ, അമ്പലത്തിലേക്ക് ഇപ്പോൾ എന്തിനാ? കാര്യമുണ്ട്. ദേ, പിന്നെ പറഞ്ഞാൽ അതങ്ങ് അനുസരിച്ചാൽ മതി. പിന്നെന്താ ഒരു ചോദ്യം? നിന്റെ അമ്മ നിന്നോട് അമ്പലത്തിൽ വരാൻ പറയുന്നു, നീ വരുന്നു, അത്രയുള്ളൂ. ഓ ശരിയമ്മ, ദേ വരുന്നു. ആ എങ്കിൽ പിന്നെ പെട്ടെന്നാകട്ടെ. അതിനുശേഷം ഫോൺ വയ്ക്കുകയാണ് സത്യഭാമ. അതിനുശേഷം സരളയോട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്ക് അവനില്ല. ദേ വിഷ്ണു ഈ ഭാമയുടെ മകനാണ്. ഈ സത്യഭാമയുടെ വാക്കാണ് വിഷ്ണുവിന്റെ വാക്ക്. ശേഷം വിഷ്ണു പറയണം, ദാസപ്പ, ഇവന്മാർക്ക് എന്തോ പരിപാടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാൽ നമുക്ക് പോയാലോ? അന്നേരം കമലൻ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ആശാനെ? ഇടാ, അമ്മ അമ്പലത്തിലേക്ക് ചെല്ലാൻ വിളിച്ചു. അമ്മയോട് ആശാൻ പറഞ്ഞത് കള്ളമല്ലേ, ഏൽപ്പിച്ച ജോലി തീർത്തുന്ന്? അതെ, ആ ചായക്കട ഒഴിപ്പിക്കാനല്ലേ അമ്മ പറഞ്ഞത്? എടാ അതെ, പക്ഷേ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ പെങ്കൊച്ചിന്റെ കണ്ണിൽ സത്യത്തിന്റെ ഒരു വെളിച്ചമുണ്ട്. അവൾ എന്റെ മുൻപിൽ നിന്നപ്പോൾ എനിക്കത് കാണാൻ പറ്റി. ഞാൻ പറയുകയാണ്, ഇതുവരെ അമ്മ പറഞ്ഞതൊന്നും വിഷ്ണു അച്ഛൻ പാലിക്കാതിരുന്നിട്ടില്ല. ഇപ്പൊ മാത്രം എന്താ അമ്മ പറഞ്ഞത് തെറ്റാണെന്നാണോ? വിഷ്ണു പറയുകയാണ്, പോടാ, വിഷ്ണുവിന്റെ അമ്മ സത്യഭാമ പറഞ്ഞതൊന്നും ഒരിക്കലും തെറ്റാറില്ല. ഇവിടെ എന്താ കുഴപ്പമെന്ന് അന്വേഷിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എടാ, അമ്മയുടെ തീരുമാനങ്ങളൊന്നും വിട്ട് വിഷ്ണു നടന്നിട്ടില്ല. ഇനിയും അമ്മയുടെ തീരുമാനങ്ങളെ ഈ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നടക്കൂ. അതിനുശേഷം കാണിക്കുന്നത് ഗോപാലകൃഷ്ണന്റെ മകൻ അനൂപ് കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തുകയാണ്. ആരെയും കാണാത്തപ്പോൾ അനൂപ് ആലോചിക്കുകയാണ്, പുറത്താരെയും കാണുന്നില്ലല്ലോ, ഇനി അമ്മയുടെ ദുഷ്ടബുദ്ധി പോലെ എല്ലാവരെയും ഒഴിപ്പിച്ച് കാണുമോ? അതിനുശേഷം അകത്തേക്ക് കയറുകയാണ് അനൂപ്. അനൂപ് അമ്മയെന്ന് വിളിക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. അനൂപ് പറയാണ്, ഇവിടെ ആരോ കട ഒഴിപ്പിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ശാലിനി ചോദിക്കണേ, എന്താടാ, കുഴപ്പമുണ്ടെങ്കിൽ അത് കണ്ട് സന്തോഷിക്കാൻ വന്നതാണോ നീ? അല്ല, ഞാൻ എന്ന് പറയുമ്പോൾ ശാലിനി വീണ്ടും ചോദിക്കുകയാണ്, അല്ല, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ കട ഒഴിപ്പിക്കാൻ ആൾ വന്നു? അല്ല, അത് അവിടെ അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് കണ്ട് ഞാൻ ഊഹിച്ചതാണ്. ഓഹോ, അത് ശരി. എന്നിട്ട് തടയാൻ വേണ്ടി നീ ഒരു ചെറുവിരൽ അനക്കിയോ? ഇല്ലല്ലോ എന്ന് പറയുകയാണ് ശാലിനി. ശ്രീരാമ പറയാണ്, ആ ദുഷ്ടത്തിയോട് ഇവൻ എന്ത് ചെയ്യാനാണ്? ഇവൻ കുഞ്ഞല്ലേ. അന്നേരം ശാലിനി കളിയാക്കുകയാണ്, ഓ കുഞ്ഞ്, എങ്കിൽ പിന്നെ ആ പാൽക്കുപ്പി എടുത്ത് ഇവന്റെ വായിലോട്ട് വെച്ചുകൊട്. ശാരദാമ്മ പറയണം, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇവൻ വല്ലതും കഴിച്ചോ? കഴിച്ചു എന്ന് പറയുമ്പോൾ ശാരദാമ്മ വീണ്ടും ചോദിക്കുകയാണ്, അമ്മയോട് കള്ളം പറയരുത്, നീ കഴിച്ചോ? നേരം മനു പറയുകയാണ്, ഇല്ലമ്മേ. എന്നാലേ ഈ പ്രായത്തിലുള്ള കുട്ടികൾ സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കണം. വയറ് വിശന്നിരിക്കാൻ പാടില്ല. വാ ഇരിക്കെന്നും പറഞ്ഞ് അനൂപിനെ പിടിച്ചിരുത്തുകയാണ് ശാരദാമ്മ. നേരാവണ്ണം നല്ല ഭക്ഷണം കഴിക്കാതെ എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയെന്നും പറഞ്ഞ് അനൂപിന്റെ തലയിൽ തലോടുകയാണ് ശാരദാമ്മ. പക്ഷെ ഇതൊക്കെ കണ്ട് ശാലിനിക്കൊന്നും പിടിക്കുന്നില്ല. അതിനുശേഷം ശാരദാമ്മ ശാരികയോട് പറയണം, മോളെ, ഇവന് ഭക്ഷണം കൊടുക്ക. നല്ല ചൂട് പുട്ടും കടലയും ഉണ്ട്, എടുക്കട്ടെ മോനെ. അന്നേരം ശാലിനി ഗോപാലകൃഷ്ണൻ രണ്ടാമത് രാജേശ്വരിയെ കല്യാണം കഴിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. ദേ, ഇവനിൽ എനിക്കൊരു മകൻ പിറക്കും. അവനെ ഞാനൊരു IAS ഓഫീസർ ആക്കുമടി. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കളക്ടർ. ആലോചിച്ച് ശാരദാമ്മയെ രൂക്ഷമായി നോക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.